അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ ശഅബാൻ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ ഈ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള തിങ്കളാഴ്ച രാവിലും നാളത്തെ തിങ്കളാഴ്ചയുടെ പകലിലും നമ്മളെല്ലാവരും ഒരു വട്ടമെങ്കിലും ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ ഒരു വട്ടം ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു തആല നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളും, അതുപോലെ നിങ്ങളിലേക്ക് അല്ലാഹു തആല ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ ആപത്ത് മുസീബത്തുകളും കഷ്ടപ്പാടുകളും അല്ലാഹു തആല ഇല്ലാതെയാക്കി തരുന്നതാണ്. അപ്പോൾ ശഅബാൻ എന്ന് പറയുന്നത് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ്. ഈ ഒരു മാസത്തിലെ ഈ ഒരു ദിക്റിനെ, ഈ ഒരു സ്വലാത്തിനെ ഇന്നത്തെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു തിങ്കളാഴ്ച രാവിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച പകലിലോ ഒരു വട്ടം ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നവൻക്ക് ഇത്രയും പ്രതിഫലം കിട്ടും. അതായത് അവൻ അനുഭവിക്കാൻ പോകുന്ന, അവൻ നേരിടാൻ പോകുന്ന രോഗത്തിൽ നിന്ന് അവൻക്ക് ശിഫ കൊടുക്കുകയും കഷ്ടപ്പാടും എടങ്ങേറും ആഫത്തും മുസീബത്തും ഇല്ലാതെയാക്കും. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഹബീബി അൽ മഹബൂബി ഷാഫി അൽ ഇലലി വൽ മുഫർരിജി അൽ ഖുറൂബി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. ഇതാണ് ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്ത്. സ്വലാത്തിന് വളരെ മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണ്. ഈ ഒരു സ്വലാത്തിനെ ഒരു വട്ടം ചൊല്ലുന്നവർക്ക് ഇത്രയ്ക്കും പ്രതിഫലം അല്ലാഹ് നൽകുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്തിനെ അധികരിപ്പിച്ച് ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ ഒരു ഇടങ്ങേറും അല്ലാഹു തആല നൽകൂല. അപ്പം നമുക്കൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ മാറിക്കിട്ടാൻ റബ്ബിനോട് നമ്മൾ 5 വക്ത നിസ്കരിച്ചു കൊണ്ട് അതേ പായയിൽ ഇരുന്ന് കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കാരുണ്യവാനാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിത്തരാനും അല്ലാഹു തആലക്ക് മാത്രമാണ് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സ്വലാത്തിനെ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഫലം അല്ലാഹു തആല നൽകും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.